ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണവുമായി ഇറാൻ. വിവിധ പ്രദേശങ്ങളിലായുള്ള ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ടെൽ അവീവ്, ഏലിയാത്ത്, വടക്കൻ ഇസ്രായേൽ മേഖലകളിലാണ് ആക്രമണം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തുടരുന്നതായി ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് യുദ്ധം തുടങ്ങിയ ശേഷം പരിക്കേറ്റവരുടെ എണ്ണം 4800 കവിഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം ഇസ്രായേലിന്റെ മധ്യമേഖലയിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി അടിയന്തര വിഭാഗം അറിയിച്ചു. ടെൽ അവീവിനടുത്തുള്ള ബെനിബ്രാക് നഗരത്തിൽ പരിക്കേറ്റ 9 പേർക്ക് പ്രാഥമിക ചികിത്സ നൽകിയതായും അവരെ പ്രദേശത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയതായും മാഗൻ ഡേവിഡ് അഡോം എന്ന അടിയന്തര സേവന വിഭാഗം വ്യക്തമാക്കി. ബെനിബ്രാക്കിലെ കെട്ടിടങ്ങൾക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വാർത്താ ഏജൻസിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഒരു കെട്ടിടത്തിന്റെ ബാൽക്കണി തകർന്ന് കാറിന് മുകളിൽ വീണതായും മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിലത്തെ നില തകർന്ന് താഴത്തെ നിലയിലേക്ക് പതിച്ചതായും മാഗൻ ഡേവിഡ് അഡോം പുറത്തുവിട്ട ചിത്രങ്ങൾ കാണിക്കുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണ സാധ്യതയെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം 12 തവണയാണ് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണങ്ങളെ തുടർന്ന് വടക്കൻ ഇസ്രയേലിൽ മണിക്കൂറുകളോളമാണ് ഡ്രോൺ, റോക്കറ്റ് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയത്. ഇതിനിടെ ഇറാനിലും വ്യാപക വ്യോമാക്രമണമാണ് ഇസ്രയേലും നടത്തുന്നത്. ഭരണസ്ഥിര കേന്ദ്രങ്ങളിലും സിവിലിയൻ കേന്ദ്രങ്ങളിലുമാണ് ഇസ്രായേലിന്റെ ആക്രമണം. തെഹ്റാനിലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇറാനിൽ മരണം 1500 കടന്നു. 18,551 പേർക്ക് പരിക്കേറ്റു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. 48 മണിക്കൂർ സമയപരിധിയും ഇതിനായി നൽകി. ഈ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം വന്നിരിക്കുന്നത്. ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും നിലവിലെ ചർച്ചകൾ സഹായിക്കുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ തങ്ങളുടെ വൈദ്യുതി ഗ്രിഡുകൾ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജജല വിതരണ സംവിധാനങ്ങളും ഇസ്രയേലിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിലെയും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആഗോള സാമ്പത്തിക വിപണിയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ചൈനയിലെയും ഹോങ്കോങ്ങിലെയും ഓഹരി വിപണികൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിടുന്നത്. ഇന്ധനവില കുതിച്ചുയരുന്നത് ഉൽപാദന ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്നും അത് ആഗോള വ്യാപാരത്തെ തന്നെ സ്തംഭിപ്പിക്കുമെന്നും നിക്ഷേപകർ ഭയപ്പെടുന്നു. ഈ യുദ്ധം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഏഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ. യുദ്ധം മൂലമുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അടിയന്തര യോഗം വിളിച്ചു. 1970-കളിൽ ലോകം കണ്ട എണ്ണ പ്രതിസന്ധിയേക്കാൾ വലിയൊരു ദുരന്തമാണ് വരാനിരിക്കുന്നതെന്ന മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലുടനീളം വൻ വിലക്കയറ്റവും പ്രതിസന്ധിയും ഉണ്ടാകുമെന്ന് ഭരണകൂടങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ടെഹ്റാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം വ്യാപകമായ ആക്രമണം തുടരുകയാണ്. ഇറാന് പുറമെ ലെബനനിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ബെക്ക താഴ്വരയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിലെ ഒരു റേഡിയോ സ്റ്റേഷൻ ട്രാൻസ്മിറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ നഗരമായ ഉർമിയയിൽ പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തോട് പ്രതികരണമായി ഇറാൻ സൗദി അറേബ്യയിലെ റിയാദിന് നേരെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇതിൽ ഒരെണ്ണം സൈന്യം തകർത്തു. പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം ആക്രമിച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് അവകാശപ്പെട്ടു. UAEയിൽ അബുദാബിക്ക് നേരെ വന്ന മിസൈൽ തടഞ്ഞതിനെ തുടർന്ന് അവശിഷ്ടങ്ങൾ വീണ് അൽഷവാമെഖ് മേഖലയിൽ ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. ഖത്തറിൽ സാങ്കേതിക തകരാർ മൂലം ഹെലികോപ്റ്റർ തകർന്ന് 4 ഖത്തർ സൈനികരും 3 തുർക്കി പൗരന്മാരും ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.